أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മക്ക വിജയത്തിൻ്റെ വിവരണത്തിൽ മക്ക പ്രവേശനവുമായി ബന്ധപ്പെട്ട ഗതിവിഗതികളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ സുഫിയാൻ തൻ്റെ മുമ്പിലൂടെ കടന്നുപോയ ദൈവിക സൈന്യങ്ങളെ നിരീക്ഷിച്ച ശേഷം മുസ്ലിങ്ങളുടെ അടുത്തെത്തി. ആ സമയം മുസ്ലിങ്ങൾ സീതുവ എന്ന മസ്ജിദ് ഹറാമിൽ നിന്നും 10 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന മക്ക പ്രദേശത്ത് എത്തിയിരുന്നു. സഹാബാക്കൾ അവിടെ എത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനായി മുഴു സഹാബാക്കളും അവിടെ ഒത്തുചേരുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചപ്പട്ടാളവുമായി അവിടെ ആഗതരായി. ഇബ്നു സഅദിന്റെ നിവേദന പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒട്ടകമായ കസ്വയിൽ ഹദ്രത്ത് അബൂ ബക്കറിനും ഉസൈദ് ബിൻ ഹുസൈറിനും മധ്യത്തിൽ ഉപവിഷ്ടനായിരുന്നു. ഹദ്രത്ത് അബ്ദുള്ള ബിൻ മുഗഫിൽ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് സൂറ ഫത്ഹ് ഓതുന്നതായി ഞാൻ കണ്ടു. ബുഖാരിയിൽ വന്നത് ഇപ്രകാരമാണ്. ഹദ്രത്ത് അനസിൽ നിന്നും നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയം തിരുദർശനത്തിനായി ഒത്തുകൂടി. വിനയം നിമിത്തം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ് ഒട്ടകത്തിന്മേലുള്ള ഇരിപ്പിടത്തേക്ക് സ്പർശിക്കുന്നുണ്ടായിരുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപവിഷ്ടനായിരുന്ന ഒട്ടകത്തിന്റെ സീറ്റിന് മുൻവശത്തെ അത് സ്പർശിക്കുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിക്കുമ്പോൾ കറുത്ത തലപ്പാവായിരുന്നു അണിഞ്ഞിരുന്നത്. തിരുനബിയുടെ ഇരുവിധ പതാകകളും കറുപ്പായിരുന്നു. ചില നിവേദനങ്ങളിൽ ചെറിയ കൊടി അഥവാ ലിവ വെളുത്തതായിരുന്നു എന്നും വന്നിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീതുവ എന്ന സ്ഥലത്ത് ജനങ്ങൾക്കിടയിൽ എഴുന്നള്ളി വിജയവും മുസ്ലിങ്ങളുടെ ആധിക്യവും കണ്ട് തിരുനബിയുടെ തലമുടി വിനയം നിമിത്തം ഒട്ടകപ്പുറത്തെ ഇരിപ്പിടത്തെ സ്പർശിക്കുകയോ അതോ സ്പർശിക്കുവോളം കുനിയുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ ആയിഷൽ ആഖിറ, അല്ലാഹുവേ, യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. നീതിന്യായങ്ങളുടെയും എളിമയുടെയും മറ്റൊരു നിദർശനം ഇപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പിറകിൽ ഇരുത്തിയിരുന്നത് താൻ സ്വതന്ത്രനാക്കിയ അടിമയായ സെയ്ദ് ബിൻ ഹാരിസയുടെ മകൻ ഉസാമയെ ആയിരുന്നു. ഖുറൈശി പ്രമുഖരും ബനു ഹാഷിം സന്തതികളും അവിടെ സന്നിഹിതരായിരുന്നു. താനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 20 മക്കയിൽ പ്രവേശിച്ചു. ആ സമയത്ത് സൂര്യോദയം നല്ലവണ്ണം കഴിഞ്ഞിരുന്നു. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, അള്ളാഹുവിൻ്റെ വരിഷ്ഠദാസർക്ക് ലഭിക്കുന്ന വിജയത്തിൽ താഴ്മയുടെ വർണ്ണമുണ്ടായിരിക്കും. സാത്താന്റെ വിജയത്തിന് അഹങ്കാരം കലർന്നിരിക്കും. നോക്കുക, നമ്മുടെ നബിനായകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം നേടിയ സന്ദർഭത്തിൽ നമ്രശിരസ്കനായതും സുജൂദ് ചെയ്തതും മുമ്പ് മക്കയിൽ എല്ലാവിധ എതിർപ്പുകളും പ്രയാസങ്ങളും നേരിട്ട ദിനങ്ങളിൽ തലകുനിച്ചതും സാഷ്ടാംഗം പ്രണമിച്ചതും
എല്ലാം സമാനമായിരുന്നു. താൻ ഏതവസ്ഥയിലാണ് ഇവിടെ നിന്ന് പോയത്, എന്നാൽ ഏതവസ്ഥയിലാണ് മടങ്ങി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ തിരുനബിയുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാൽ നിറയുകയും തിരുനബി സുജൂദ് ചെയ്യുകയും ചെയ്തു. മക്ക വിജയ നാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. മക്കയുടെ സമീപത്തെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ എവിടെയാണ് താമസമാക്കേണ്ടതെന്ന് ആരാഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീൽ നമുക്കായി മക്കയിൽ ഏതെങ്കിലും വീട് ബാക്കി വെച്ചിട്ടുണ്ടോ? അഖീൽ എന്നത് ഹദരത്ത് അബൂ താലിബിന്റെ മകനായിരുന്നു. ഹുദൈബിയ സന്ധിക്ക് തൊട്ടു മുമ്പായിരുന്നു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം അതിനു മുമ്പ് തന്നെ എല്ലാ സ്വത്തുവകകളും വിറ്റ് അഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ഹനീഫ് ഖേഫ് ബനി കിനാനയിൽ താമസിക്കുന്നതാണ്. അവിടെ വെച്ചായിരുന്നു ഖുറൈശികൾ കുഫറിന്റെ അവസ്ഥയിൽ ശപഥം ചെയ്തത്. എല്ലാ സഹാബാക്കളോടും അവിടെ ഒരുമിച്ച് കൂടാൻ ഉത്തരവുണ്ടായി. ഹസ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നവരിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. മക്ക വിജയവേളയിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ മക്കയിൽ പ്രവേശിച്ചു. മക്കയിലെ ഭവനങ്ങൾ കണ്ടതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു അള്ളാഹുവിനെ സ്തുതിക്കുകയും താൻ താവളമടിക്കുന്ന സ്ഥലം കാണുകയും ചെയ്തപ്പോൾ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ജാബിർ, അതാണ് നമ്മുടെ താമസ സ്ഥലം. അവിടെ വെച്ചായിരുന്നു ഖുറൈശികൾ നമുക്കെതിരെ കുഫറിൽ ശപഥം ചെയ്തത്. ഹദ്രത്ത് ജാബിർ പറയുന്നു, അപ്പോൾ എനിക്ക് മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു, നാം മക്ക വിജയം നേടുമ്പോൾ ഖേഫ് ബനി കിനാനയിലായിരിക്കും താമസമാക്കുക. അവിടെ വെച്ചാണ് ഖുറൈശികൾ കുഫറിന്റെ അവസ്ഥയിൽ ഇപ്രകാരം ശപഥം ചെയ്തത്. അവർ പറഞ്ഞു, ബനു ഹാഷിമിനോട് ഒരു തരത്തിലും ക്രയവിക്രയം നടത്തുകയില്ല, അവരുമായി നിക്കാഹ് ബന്ധം സ്ഥാപിക്കുകയുമില്ല, അവർക്ക് അഭയവും നൽകുകയില്ല. അതിനുശേഷം അവർ മുസ്ലിങ്ങളെ ഷാബ് അബി താലിബ് എന്ന താഴ്വരയിൽ നാടുകടത്തി പ്രതിരോധിച്ചു, പന്തിവിരോധം ചെയ്തു. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം എന്ന നിലയ്ക്ക് അവിടെ താമസിക്കാൻ തീരുമാനിച്ചതാകാം. ചിലർ അങ്ങനെ ധരിക്കുന്നു. ചില നിവേദനങ്ങളിലുള്ളത് മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം ഭവനങ്ങൾ ഒഴിവാക്കി വേറെ ഭവനങ്ങളിൽ താമസിക്കണമെന്ന് അപേക്ഷിക്കപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരസിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേറെ ഭവനങ്ങളിൽ നാം ഒരിക്കലും പ്രവേശിക്കുന്നതല്ല. ഹജരത്ത് അബു റാഫി ഹുജൂൻ എന്ന സ്ഥലത്ത് തിരുനബിയുടെ തമ്പടിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബി പത്നിമാരായ ഹജരത്ത് ഉമ്മെ സലമയും ഹജരത്ത് മൈമൂനയും ഉണ്ടായിരുന്നു. എല്ലാ നമസ്കാരത്തിനും വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജൂനിൽ നിന്ന് മസ്ജിദ് ഹറാമിലേക്ക് എഴുന്നള്ളുമായിരുന്നു. ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം ആരാഞ്ഞു, അല്ലയോ ദേവദൂതരെ, അങ്ങ് സ്വഭവനത്തിലാണോ താമസിക്കുക? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, അഖീൽ, അദ്ദേഹം തിരുനബിയുടെ പിതൃവ്യപുത്രനായിരുന്നു, നമുക്കായി വല്ല വീടും അവൻ ബാക്കി വെച്ചിട്ടുണ്ടോ? അതായത് എൻ്റെ ഹിജ്റത്തിന് ശേഷം എൻ്റെ ബന്ധുക്കൾ എൻ്റെ എല്ലാ സ്വത്തുക്കളും വിറ്റ് തിന്നു മുടിച്ചു. ഇനി മക്കയിൽ എനിക്കൊരു താമസ സ്ഥലവും ബാക്കിയില്ല. തുടർന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ഖേഫ് ബനി കിനാനയിൽ താമസിക്കുന്നതാണ്. ഇത് മക്കയിലെ ഒരു മൈതാനമായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഖുറൈശികളും കിനാനക്കാരും ഒരുമിച്ച് ഇപ്രകാരം ശപഥം ചെയ്തത്. ബനു ഹാഷിമും ബനു അബ്ദുൽ മുത്തലിബും ഇരു കുടുംബക്കാരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും ചെയ്യാത്തിടത്തോളം നമ്മൾ അവരുമായി വിവാഹബന്ധം സ്ഥാപിക്കുകയില്ല, ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും നടത്തുകയില്ല. ആ പ്രതിജ്ഞയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പിതൃവ്യനായ അബൂ താലിബും മുസ്ലിം സംഘത്തിലെ മറ്റെല്ലാവരും കൂടി അബൂ താലിബിന്റെ താഴ്വരയിൽ അഭയം തേടി. 3 വർഷത്തെ കൊടും യാതനകൾക്കൊടുവിൽ അള്ളാഹു അവർക്ക് രക്ഷയേകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെരഞ്ഞെടുപ്പ് എത്ര യുക്തിഭദ്രമായിരുന്നു എന്ന് നോക്കുക. മക്കക്കാർ അവിടെ വെച്ചായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ഏൽപ്പിക്കുന്നത് വരെ നബിയുടെ ഗോത്രക്കാരോട് രഞ്ജിപ്പ് ചെയ്യുന്നതല്ലെന്ന് ശപഥം ചെയ്തത്. ഇന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതേ മൈതാനത്തിൽ വന്ന് താവളമടിച്ചിരിക്കുന്നു. അപ്രകാരം മക്കക്കാരോട് ആലങ്കാരികമായി ഇങ്ങനെ പറയുകയായിരുന്നു നബി, നിങ്ങൾ ആഗ്രഹിച്ചെടുത്ത് ഞാനിതാ വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് എനിക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോ? ഇവിടെ ഞാൻ അവഹേളിതനും ശിക്ഷിക്കപ്പെട്ടവനുമായി വരണമെന്നായിരുന്നു നിങ്ങൾ മോഹിച്ചത്. എന്റെ സമുദായം എന്നെ പിടികൂടി ഇവിടെ വെച്ച് നിങ്ങളെ ഏൽപ്പിക്കണമെന്നായിരുന്നു നിങ്ങൾ ആശിച്ചത്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്റെ സമുദായം മാത്രമല്ല, അറേബ്യ മുഴുവനും എന്നോടൊപ്പമുള്ള അവസ്ഥയിലാണ്. അള്ളാഹുവിന്റെ കുദ്രത്ത് നോക്കുക. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ നിന്നും കേവലം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതും അതേ ദിവസമായിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു. അതേ ദിവസമായിരുന്നു സൗർ മലമുകളിൽ നിന്നും മക്കയിലേക്ക് പ്രത്യാശാഭരിതമായ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്: അല്ലയോ മക്ക, നീ എനിക്ക് ലോകത്തുള്ള എല്ലാ നാടുകളെക്കാളും കൂടുതൽ പ്രിയങ്കരിയാണ്. എന്നാൽ നിന്റെ നാട്ടുകാർ എന്നെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഹദരത്ത് ഉമ്മെ ഹാനി ബിൻ അബി താലിബ് വിവരിക്കുന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ഉപരിഭാഗത്ത് താവളമടിച്ചപ്പോൾ ബനു മക്സൂമിലെ എൻ്റെ 2 ഭർതൃ കുടുംബക്കാർ എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ അലി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു: അള്ളാഹു ആണ്, ഞാൻ ഇവർ രണ്ടുപേരെയും കൊന്നുകളയുന്നതാണ്. ഞാൻ അവർ രണ്ടുപേരെയും എൻ്റെ വീട്ടിൽ പൂട്ടിയിട്ട് മക്കയുടെ ഉപരിഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് നേരിട്ട് ചെന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളപാത്രത്തിൽ നിന്നും കോരി കുളിക്കുന്നതായി കണ്ടു. അതിൽ ഉഴുത ആട്ടയുടെ അടയാളവും ഉണ്ടായിരുന്നു. നബി പുത്രി ഹദരത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു തുണി പിടിച്ച് മറയുണ്ടാക്കിയിരുന്നു. കുളി കഴിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവാഹനത്തിന്റെ 8 റക്അത്ത് നമസ്കാരം അനുഷ്ഠിച്ചു. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് പറഞ്ഞു: അല്ലയോ ഉമ്മഹാനി, നിനക്ക് സ്വാഗതം. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവർ അപ്പോൾ ആ രണ്ടുപേരെയും ഹദരത്ത് അലിയെയും കുറിച്ച് എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചു. അതായത് ഹദരത്ത് അലി അവരെ വധിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും എന്നാൽ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ അഭയം നൽകിയവർക്ക് നാമും അഭയം നൽകിയിരിക്കുന്നു. നീ സമാധാനം വാഗ്ദാനം ചെയ്തവർക്ക് നാമും സമാധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അവരെ വധിക്കാൻ പാടുള്ളതല്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദരത്ത് അലി അവരെ വധിക്കാൻ പാടില്ല. ആ 2 പേർ ഹദരത്ത് ഉമ്മെ ഹാനിയുടെ ഭർത്തൃബന്ധുക്കളായ ഹാരിസ് ബിൻ ഹിഷാമും അബ്ദുല്ല ബിൻ റബിയയുമായിരുന്നു. ബുഖാരിയുടെ ഒരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുഹ നമസ്കരിച്ചതായുള്ള നിവേദനം ഹദരത്ത് ഉമ്മെ ഹാനിയുടെ മാത്രമാണ്. മറ്റാരും അതിന് സാക്ഷികളായിട്ടില്ല, മറ്റാരും അത് നിവേദനം ചെയ്തിട്ടില്ല. ഹദരത്ത് ഉമ്മെ ഹാനി നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം അവരുടെ വീട്ടിലേക്ക് എഴുന്നള്ളി കുളി കഴിഞ്ഞ് 8 റക്അത്ത് നമസ്കരിച്ചു. അതിലും ലളിതമായ നമസ്കാരം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും റുക്കുവും സുജൂദും ചെയ്യുമായിരുന്നു. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. 8 റക്അത്ത് നമസ്കാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിവിധ മതങ്ങൾ വിവിധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് നമസ്കാരമായിരുന്നു എന്ന കാര്യത്തിൽ ചിലർ പറഞ്ഞു അത് പൂർവാഹനത്തിലെ അല്ലെങ്കിൽ ലുഹ നമസ്കാരമായിരുന്നു എന്ന്. ചിലർ ഇതിനെ ഇഷ്റാഖ് നമസ്കാരമെന്നും ചിലർ ഇതിനെ ലുഹ നമസ്കാരമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ ഇത് ഫത്ഹിന്റെ അഥവാ വിജയത്തിന്റെ നമസ്കാരമായിരുന്നു. ഏതെങ്കിലും പട്ടണമോ കോട്ടയോ ജയിച്ചടക്കിയാൽ നന്ദി സൂചകമായി നിർവഹിക്കപ്പെടുന്ന നമസ്കാരമായിരുന്നു. ഈ സുന്നത്ത് പിന്തുടർന്നുകൊണ്ട് ചില ഇസ്ലാമിക സൈന്യങ്ങൾ വിജയം ലഭിച്ചാൽ 8 റക്അത്ത് നമസ്കരിക്കുന്നത് പതിവാക്കിയിരുന്നു. മറ്റൊരു അഭിപ്രായം ഇതാണ്: മക്ക വിജയത്തിന്റെ രാത്രി വളരെ സുപ്രധാന കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം തിരക്കിലകപ്പെടുകയും തഹജ്ജുദ് നമസ്കരിക്കാൻ സമയം ലഭിക്കാതെ വരികയും ചെയ്തു. അത് പ്രഭാത സമയം ഹുദൂർ അനുഷ്ഠിക്കുകയായിരുന്നു. പിന്നീട് തഹജ്ജുദ്
ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഏതെങ്കിലും കാരണത്താൽ തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടാൽ പ്രഭാതത്തിൽ സൂര്യോദയം കഴിഞ്ഞ് 8 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറയപ്പെടുന്നത്. ഹജരത് മുസ്ലിം മൗദ് റളിയല്ലാഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, നിങ്ങൾക്ക് എന്നെങ്കിലും തഹജ്ജുദ് നമസ്കാരം നഷ്ടമായാൽ ഇഷ്റാഖ് നമസ്കരിക്കുക. അതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ തഹജ്ജുദ് നഷ്ടമായാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്റാഖ് നമസ്കരിച്ചിരുന്നു എന്നും നിവേദനങ്ങളിൽ കാണാം. മീർ അബ്ബാസ് അലി സാബ് ലുധിയാൻവിയുടെ പേരിൽ എഴുതിയ ഒരു കത്തിൽ ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറയുന്നു, ഈ വിനീതൻ മുമ്പ് എഴുതിയതുപോലെ താങ്കൾ സ്ഥിരമായി ചൊല്ലാറുള്ള ദിക്റുകൾ അതുപോലെ നന്മകൾ കൃത്യനിഷ്ഠതയോടെ തുടരേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഷിർക്കോ ബിദ്അത്തോ കടന്നുകൂടാതെ സൂക്ഷിച്ചാൽ മതി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഇഷ്റാഖ് നമസ്കരിച്ചതായി തെളിയുന്നില്ല. തഹജ്ജുദ് നഷ്ടമായാൽ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞെത്തിയാൽ നമസ്കരിച്ചതായി തെളിയുന്നുമുണ്ട്. ആരാധനാ കൃത്യങ്ങളിൽ പരിശ്രമിക്കുകയും ദൈവസാമീപ്യത്തിന്റെ വാതിലുകളിൽ ഇരുപ്പുറപ്പിക്കുകയും ചെയ്യുക സുന്നത്താണ്. കുമ്പിടുക, സുജൂദ് ചെയ്യുക എന്നിവ, അതായത് ആരാധനകളിലും ദൈവദാസ്യത്വത്തിലും മുഴുകിയിരിക്കുകയും ദൈവ കവാടങ്ങളിൽ കുമ്പിടുകയും ചെയ്യുകയാണ് യഥാർത്ഥ സുന്നത്ത്. ഇനി മസ്ജിദ് ഹറാമിൽ പ്രവേശിച്ചതും തവാഫ് അഥവാ പ്രദക്ഷിണം ചെയ്തതും സംബന്ധിച്ചുള്ള വിവരണമാണ്. പകൽ കുറച്ചു നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പിൽ തന്നെ കഴിച്ചുകൂട്ടുകയും ശേഷം തന്റെ ഒട്ടകമായ കസ്വയെ വരുത്തിക്കുകയും ചെയ്തു. അതിനെ തമ്പിനടുത്ത് നിർത്തി ആയുധങ്ങളും തലപ്പാവും ധരിക്കാനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് പോയി. സഹാബാക്കൾ തിരുനബിയുടെ ചുറ്റും വട്ടം കൂട്ടിയിരുന്നു. ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തേറി ഖന്തമ മുതൽ ഹുജൂൻ വരെ വളഞ്ഞു പൊളഞ്ഞ കുതിര നിരയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നുപോയി. നബിയോടൊപ്പം ഹജരത്ത് അബൂബക്കറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നബി സംസാരിക്കുകയായിരുന്നു. ഹജരത്ത് അബ്ദുല്ലാ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവേളയിൽ കദാ മലയുടെ ഭാഗത്തുകൂടെ മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് എന്താണ്? സ്ത്രീകൾ കുതിരകളെ അവയുടെ മുഖത്ത് തങ്ങളുടെ തട്ടം കൊണ്ട് തല്ലി പിറകോട്ട് ആക്കുന്നതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദസ്മിതനായി ഹജരത്ത് അബൂബക്കറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂബക്കർ, ഹസാൻ ബിൻ സാബിത്ത് എന്താണ് പറഞ്ഞത്? അതായത് ഹസാൻ ബിൻ സാബിത്ത് ഏതോ കവിത ചൊല്ലിയിരുന്നു, അതിനെക്കുറിച്ച് തിരക്കി. അപ്പോൾ ഹജരത്ത് അബൂബക്കർ ആ കവിത ചൊല്ലി. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ എൻ്റെ പ്രിയ പുത്രിയെ നഷ്ടപ്പെടുത്താനും തയ്യാറാണ്. അഥവാ നിങ്ങൾ കദാ മലയിലെ വാഗ്ദത്തം ചെയ്യപ്പെട്ട സൈന്യങ്ങളുടെ സംഘർഷം കാണാതെ വരികയാണെങ്കിൽ അതെന്തായാലും സംഭവിക്കുന്നതാണെന്ന് അർത്ഥം. അവർ ദ്രുതഗതിയിലുള്ള കുതിരകളുടെ കടിഞ്ഞാൺ വലിച്ചു മുറുക്കുന്നു. സ്ത്രീകൾ അവരെ തങ്ങളുടെ തട്ടങ്ങളാൽ പ്രഹരിക്കുകയാണ്. ആ കുതിരകളുടെ അവസ്ഥ ഇങ്ങനെ ചിത്രീകരിക്കുകയുണ്ടായി. അത് തന്നെ സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഹജരത് ഇബ്നു ഉമർ, ഹജരത് ഇബ്നു അബ്ബാസ് എന്നിവർ നിവേദനം ചെയ്യുന്നു, ഫതഹ മക്കയുടെ ദിവസം തിരുദൂതർ മക്കയിൽ പ്രവേശിച്ചപ്പോൾ കാബ മന്ദിരത്തിനടുത്ത് 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അവ ഉരുക്കിനാൽ കെട്ടിവച്ചിരുന്നു. കാബയിലെ ഏറ്റവും വലിയ ബിംബമായിരുന്നു ഹുബുൽ. ജനങ്ങൾ മൃഗബലി നടത്തുന്ന ഇടത്തായിരുന്നു ഈസാഫും നായിലിയും എന്നീ ബിംബങ്ങൾ ഉണ്ടായിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വില്ലിന്റെ ഒരറ്റം പിടിച്ച് അതുമെടുത്ത് നടക്കുമ്പോൾ കാണുന്ന ബിംബങ്ങളുടെയൊക്കെ കണ്ണിൽ അതുകൊണ്ട് പ്രഹരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുമായിരുന്നു, ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. അതായത് സത്യം വന്നു, അസത്യം ഓടിപ്പോയി, നിശ്ചയമായും അസത്യത്തിന് നിൽക്കക്കള്ളിയില്ല തന്നെ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാബാലയത്തിനടുത്തെത്തി അതിലേക്ക് ദൃഷ്ടി പായിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് തന്നെ മുന്നോട്ട് കുതിച്ചു. തന്റെ വടി കൊണ്ട് ഹജറെ അസ്വദിനെ സ്പർശിച്ചു. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് ധ്വനി മുഴക്കി. മുസ്ലിങ്ങൾ മറുപടിയായി തക്ബീർ ധ്വനി മുഴക്കി. അവരുടെ നിരന്തരമുള്ള തക്ബീർ ധ്വനികളാൽ മക്ക ആകെ അല്ലാഹു അക്ബർ എന്ന നാദത്താൽ മുഖരിതമായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മൗനം പാലിക്കാൻ ആംഗ്യം കാണിച്ചു. മലമുകളിൽ വെച്ച് മുശ്രിക്കുകൾ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുല്ലാഹിനെ പ്രദക്ഷിണം ചെയ്തു. ഹജരത്ത് മുഹമ്മദ് ബിൻ അസ്ലമ ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചിട്ടുണ്ടായിരുന്നു.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറെ അസ്വദിനെ സമീപിക്കുകയും അതിനെ സ്പർശിക്കുകയും ബൈത്തുല്ലാഹിനെ വലയം വെക്കുകയും ചെയ്തു. തവാഫ് പൂർത്തിയാക്കിയ ശേഷം ഒട്ടകത്തിൽ നിന്നും തിരുനബി താഴേട്ട് ഇറങ്ങി ഒട്ടകം പുറത്തേക്ക് കൊണ്ടുപോകപ്പെട്ടു. ഹജരത് മാമർ ബിൻ അബ്ദുള്ള വന്ന് ഒട്ടകവുമായി താഴ്വാരത്തേക്ക് പോയി. ഹജരത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, ഒട്ടകത്തെ ഇരുത്താൻ ഞങ്ങൾക്ക് സ്ഥലം ലഭിച്ചില്ല. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ കൈകളിലാണ് ഇറങ്ങിയത്, കാല് വെച്ച് ഇറങ്ങിയത്. ആളുകൾ കൈനീട്ടി അതിൽ കാല് വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹദരത്ത് ഉമർ ബിൻ ഖത്താബിന് മക്ക വിജയവേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം കൽപ്പന നൽകി. അപ്പോൾ അദ്ദേഹം ബത്ഹയിലായിരുന്നു. കാബ മന്ദിരത്തിലേക്ക് പോകുക, അതിലുള്ള എല്ലാ ചിത്രങ്ങളും മായ്ച്ചു കളയുക. അതിലുള്ള എല്ലാ ചിത്രങ്ങളും മായ്ച്ചു കളയുന്നത് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രവേശിക്കുകയുണ്ടായില്ല. ഹജരത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഹജരത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്നിവരുടെയും ചിത്രങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. അവരുടെ ഇരുവരുടെയും കയ്യിൽ ശകുനം നോക്കുന്ന അമ്പുണ്ടായിരുന്നു. അവരുടെയും ചിത്രങ്ങളോ ബിംബങ്ങളോ അവിടെ തയ്യാറാക്കപ്പെട്ടിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, അള്ളാഹു ഈ ബിംബാരാധകരെ നശിപ്പിക്കുമാറാകട്ടെ. ഈ ബിംബാരാധകർക്ക് നന്നായി അറിയാം, ഹദരത്ത് ഇബ്രാഹിമും ഹദരത്ത് ഇസ്മായിലും അലൈഹിമസ്സലാം അമ്പ് കൊണ്ട് ഒരിക്കലും ശകുനം നോക്കിയിരുന്നില്ല. കൈകളിൽ അമ്പുകളുള്ളത് കെട്ടുകഥയാണ്. അവർ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമെ ഇബ്രാഹിമിൽ എത്തി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ട അണിഞ്ഞിരുന്നു. അവിടെ തിരുനബി 2 റക്അത്ത് നമസ്കരിച്ചു. തുടർന്ന് സംസമിനടുത്തേക്ക് എഴുന്നള്ളി. ഹദരത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അല്ലെങ്കിൽ ഹദരത്ത് അബു സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഒരു തൊട്ടി വെള്ളം തിരുനബിക്ക് വേണ്ടി കോരി. തിരുനബി അതിൽ നിന്നും ജലപാനം ചെയ്യുകയും അംഗശുദ്ധി വരുത്തുകയും ചെയ്തു. സഹാബാക്കൾ അതിസ്ത്രീകം തിരുനബിയുടെ വുളുവിന്റെ വെള്ളം ശേഖരിക്കുകയും അത് മുഖത്ത് തടവുകയും ചെയ്തു. മുശ്രിക്കീങ്ങൾ അവരെ നോക്കി അത്ഭുതം കൂറുന്നുണ്ടായിരുന്നു. അവർ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയ രാജാവിനെ കുറിച്ച് ഞങ്ങൾക്ക് കേട്ടുകേൾവി പോലുമില്ല. മക്ക വിജയാനന്തരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബുൽ ബിംബത്തെ കുറിച്ച് ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുകയും അത് അങ്ങനെ തകർക്കപ്പെടുകയും ചെയ്തു. അതിനടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹദരത്ത് സുബൈർ ബിൻ അവാം അബൂ സുഫിയാനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലേ അബൂ സുഫിയാൻ, ഹുബുൽ ഇതാ വീണിരിക്കുന്നു. നിനക്ക് ഉഹദ് യുദ്ധവേളയിൽ അതിനെക്കുറിച്ച് വലിയ അഹങ്കാരമായിരുന്നല്ലോ. ഹുബുൽ നിങ്ങൾക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് നീ അന്ന് വിളംബരപ്പെടുത്തിയിരുന്നില്ലേ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, അല്ലയോ അവാമിന്റെ മകനെ, അതൊക്കെ ഇനി വിട്ടുകളയുക. കാരണം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവത്തിനു പുറമെ മറ്റേതെങ്കിലും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നടന്നതൊരിക്കലും സംഭവിക്കുമായിരുന്നില്ല. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബാലയത്തിന്റെ ഒരു കോണിൽ ഉപവിഷ്ടനായി. ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും ഒത്തുകൂടി. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ മക്കയുടെ ദിവസം എഴുന്നള്ളിയപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി തിരുനബിയുടെ കാവലിനായി തലഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഹദരത്ത് ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവേളയിൽ ഉസാമ ബിൻ സെയ്ദിന്റെ ഒട്ടകപ്പുറത്ത് എഴുന്നള്ളി. എന്നിട്ട് ഉസാമ ബിൻ ത്വൽഹയെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അടുക്കിലേക്ക് താക്കോൽ കൊണ്ടുവരിക. അദ്ദേഹം തന്റെ മാതാവിന്റെ അടുത്ത് ചെന്നപ്പോൾ മാതാവ് കാബ മന്ദിരത്തിന് താക്കോലുകൾ കൊടുക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹം തന്റെ മാതാവിനോട് പറഞ്ഞു, അള്ളാഹു ആണ്, അത് എന്തായാലും തരേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഈ വാൾ എൻ്റെ മുതുകിലൂടെ പുറത്തു പോകുന്നതാണ്. അതായത് എനിക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്, നിങ്ങൾക്കും ശിക്ഷ ലഭിക്കുന്നതാണ്, ഒടുക്കം കൊടുക്കേണ്ടി വരുന്നതുമാണ്. നിവേദകൻ പറയുന്നു, അപ്പോൾ അദ്ദേഹത്തിന് അവർ താക്കോൽ കൊടുത്തു. അതുമായി അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമക്ഷം വരികയും അത് തിരുനബിക്ക് സമർപ്പിക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചേൽപ്പിച്ചു. അദ്ദേഹം തന്നെ കവാടം തുറന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ ബിൻ സെയ്ദിനും ബിലാൽ ഇബ്നു റബാഹയ്ക്കുമൊപ്പം കാബാലയത്തിൽ പ്രവേശിച്ചു. കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ബിൻ തൽഹീം കൂടെ ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ വാതിലടച്ച് ദീർഘനേരം അതിനകത്ത് കഴിച്ചുകൂട്ടി. അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചു.
പുറത്ത് വാതിലിനടുത്ത് നിൽപ്പുണ്ടായിരുന്ന അബ്ദുള്ള ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഞാൻ ഹസ്രത്ത് ബിലാലിനോട് ചോദിച്ചു, ഇതിനകത്ത് വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൂൺ ഇടതും ഒരു തൂൺ വലതും 3 തൂണുകൾ പിറകിലും വരുന്ന വിധത്തിൽ നിൽക്കുകയും അവിടെ വെച്ച് നമസ്കരിക്കുകയും ചെയ്തു. ബൈത്തുല്ലാഹിൽ അപ്പോൾ 6 തൂണുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് 2 തൂണുകൾക്കിടയിലായിരുന്നു. മറ്റൊരു നിവേദന പ്രകാരം 2 തൂണുകൾ ഇടതും 1 തൂണ് വലതും 3 തൂണുകൾ പിറകിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും 2 റക്അത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയുണ്ടായി. ഇത് സഹീഹ് മുസ്ലിമിലെ നിവേദനമാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, മക്കയിൽ പ്രവേശിക്കുമ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നബിയോട് സംസാരിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. സൂറ ഫതഹിൽ മക്ക വിജയത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, അതും ചൊല്ലുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കാബാലയത്തിലേക്ക് വന്നു. ഒട്ടക സവാരി ചെയ്തുകൊണ്ട് തന്നെ കാബാലയത്തെ 7 തവണ തവാഫ് ചെയ്തു. അന്നേരം നബിയുടെ കരങ്ങളിൽ ഒരു വടിയുണ്ടായിരുന്നു. ഹജരത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, മകൻ ഹജരത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്നിവർ ഏകദൈവാരാധനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച, എന്നാൽ പിൽക്കാലത്ത് അവരുടെ മാർഗവംശത്തിലകപ്പെട്ട വഴിതെറ്റിയ സന്താന പരമ്പര ബിംബങ്ങളുടെ വിളനിലമാക്കി മാറ്റിയ കാബയെ ചുറ്റും തിരുനബി വലയം വെച്ചു. അവിടെ ഉണ്ടായിരുന്ന 360 ബിംബങ്ങളെ ഓരോന്നായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടികൊണ്ട് പ്രഹരിച്ചു. എന്നിട്ട് ജാ അൽ ഹഖു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തു. നബിക്ക് ഹിജ്റത്തിന് മുമ്പ് ഇറങ്ങിയ സൂറ ബനി ഇസ്രായേലിലെ ആയത്തുകളാണിത്. ആ സൂറത്തിൽ ഹിജ്റത്തിനെ കുറിച്ചും ശേഷം മക്ക വിജയത്തെക്കുറിച്ചും സുവാർത്തയുണ്ടായിരുന്നു. ഇത് ഹിജ്റയ്ക്ക് മുമ്പുള്ള സൂറത്താണെന്ന് യൂറോപ്യൻ എഴുത്തുകാരും സമ്മതിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, വഖുൽ റബ്ബി ദഖിൽനി മുദ്ഖല സിദ്ഖിൻ വഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅലി മിൻ ലദുൻക സുൽത്താനൻ നസീറ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. അതായത്, നീ പറയുക, അല്ലയോ എൻ്റെ നാഥ, എന്നെ ഈ മക്ക പട്ടണത്തിൽ നല്ല നിലയ്ക്ക് പ്രവേശിപ്പിച്ചാലും, അതായത് ഹിജ്റത്തിന് ശേഷം വിജയം നൽകിയ കൊണ്ട് ഈ പ്രവേശിപ്പിച്ചാലും ഈ പട്ടണത്തിൽ നിന്നും നല്ല നിലക്ക് തന്നെ പുറത്തു കൊണ്ടുവരണമേ, അതായത് ഹിജ്റത്തിന്റെ സമയത്ത്. അതുപോലെ സ്വയം തന്നെ എൻ്റെ വിജയത്തിനും സഹായത്തിനുമുള്ള സംവിധാനം ഒരുക്കി തരണമേ. ഇങ്ങനെയും കൂടി പറയുക, ധർമ്മം വന്നു, അധർമ്മം അഥവാ ഷിർക്ക് പരാജയപ്പെട്ട് ഓടി ഒളിച്ചു. അധർമ്മത്തിന് അഥവാ ഷിർക്കിന് വിധിക്കപ്പെട്ടിട്ടുള്ളത് തോറ്റു തുന്നം പാടുക തന്നെയാണ്. ഈ പ്രവചനം എങ്ങനെ അക്ഷരം പ്രതി പുലർന്നെന്നും ഹജരത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് തിലാവത്ത് ചെയ്ത സമയത്ത് മുസ്ലിങ്ങളുടെയും കാഫിര്യങ്ങളുടെയും ഹൃദയവികാരം എന്തായിരുന്നെന്നും വിവരിക്കുവാൻ വാക്കുകൾ മതിയാവില്ല. ചുരുക്കത്തിൽ, അന്ന് ഇബ്രാഹിമിന്റെ സ്ഥാനം വീണ്ടും ഏകദൈവ ആരാധനയ്ക്കായി മാത്രം സവിശേഷമാക്കപ്പെടുകയും ബിംബങ്ങൾ എന്നേക്കുമായി ഉടക്കപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബുൽ എന്ന പേരുള്ള ബിംബത്തിനെ വടികൊണ്ടടിച്ചപ്പോൾ അത് ഇളകി വീണു. അപ്പോൾ ഹസരത് സുബൈർ അബൂ സുഫിയാനെ ചിരിച്ചുകൊണ്ട് നോക്കി, എന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാനെ, ഉഹുദ് ദിവസം ഓർമ്മയുണ്ടോ? അന്ന് മുസ്ലിങ്ങൾ പരിക്കേറ്റ് ക്ഷീണിതരായി ഒരു ഭാഗത്തിരിക്കുമ്പോൾ നിങ്ങൾ അവരെ വളരെ അഹങ്കാരത്തോടെ ഊലു ഹുബുൽ ഊലു ഹുബുൽ, ഹുബുൽ നീണാൾ വാഴട്ടെ, ഹുബുൽ നീണാൾ വാഴട്ടെ എന്ന് കൊട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു. ഹുബുലാണ് നിങ്ങൾക്ക് ഉഹുദ് ദിവസം മുസ്ലിങ്ങൾക്ക് മേൽ വിജയം നൽകിയെന്നും വീരവാദം മുഴക്കുന്നുണ്ടായിരുന്നു. ഇതാ നോക്കുക, താങ്കളുടെ മുമ്പിൽ ഹുബുൽ തുണ്ടം തുണ്ടമായിരിക്കുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, സുബൈറെ, അതൊക്കെ ഇനി വിട്ടുകളയുക. ഇന്നൊരു കാര്യം ഞങ്ങൾക്ക് നല്ലപോലെ ബോധ്യമായി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവത്തെ കൂടാതെ വേറൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നില്ല. തുടർന്ന് കഅബാലയത്തിനു ഉള്ളിലുള്ള ഹജരത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും മറ്റും ചിത്രങ്ങൾ മായ്ച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവ് പുറപ്പെടുവിച്ചു. ദൈവവാഗ്ദാനങ്ങൾ പുലർത്തുന്നതിനു കൃതജ്ഞത എന്നോണം 2 റക്അത്ത് കാബ മന്ദിരത്തിനകത്ത് നമസ്കരിക്കുകയും ചെയ്തു. ശേഷം പുറത്തു വരികയും പുറത്തും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. കാബാലയത്തിലെ ചിത്രങ്ങൾ മായ്ക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചിരുന്നു. ഹജരത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തങ്ങളും നബിയാണെന്ന് വിശ്വസിക്കുന്നതല്ലേ എന്ന് കരുതി ഹജരത് ഉമർ ഇബ്രാഹിം നബിയുടെ ചിത്രം മായ്ച്ചതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിത്രം മാത്രം മാറ്റാത്തത് കണ്ടപ്പോൾ ചോദിച്ചു, ഉമർ, താങ്കൾ എന്താണ് ഇത് ചെയ്തിരിക്കുന്നത്? അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ,
മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്രാനിയൻ വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുഷ്രിക്കിൻ. അതായത് ഇബ്രാഹിം യഹൂദിയുമല്ല ക്രിസ്ത്യാനിയുമല്ല, മറിച്ച് അദ്ദേഹം അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുകയും അള്ളാഹുവിന്റെ എല്ലാ സത്യങ്ങളും അംഗീകരിക്കുന്നവനും അള്ളാഹുവിന്റെ ഏക ദൈവവിശ്വാസിയായ ദാസനുമായിരുന്നു. അപ്രകാരം നബി കൽപ്പനയാൽ ആ ചിത്രവും അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ ഹൃദയം അന്ന് ഈമാൻ കൊണ്ട് നിറഞ്ഞിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതാപത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും എത്രത്തോളം എന്നാൽ ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിലിന് അള്ളാഹു ദൃഷ്ടാന്തമായി ഉറവ പൊട്ടിച്ചു കൊടുത്ത സംസം നീതുറവയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം വരുത്തിക്കുകയും അല്പം കുടിച്ച ശേഷം അവശേഷിച്ച വെള്ളം കൊണ്ട് വുളു എടുക്കുകയും ചെയ്തു. തിരുനബിയുടെ ദേഹത്തിൽ നിന്നും വുളുവിന്റെ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് മുസ്ലിങ്ങൾ ഉടനടി അത് വാരിയെടുക്കുകയും അനുഗ്രഹലബ്ധി എന്നോണം തബറുക്ക് എന്ന നിലയിൽ ദേഹത്ത് പുരട്ടുകയും ചെയ്യുമായിരുന്നു. അത് കണ്ട് മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ലോകത്ത് ഒരു രാജാവിനെയും പ്രജകൾ ഇത്രയും സ്നേഹിക്കുന്നതായി കണ്ടിട്ടില്ല എന്നായിരുന്നു. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഇക്കാര്യം സശ്രദ്ധം ശ്രവിച്ച് ഓർത്തുവെക്കുക. ബൈത്തുല്ലാഹിൽ ഹജറെ അസ്വദ് കിടക്കുന്നത് പോലെയാണ് നെഞ്ചിനകത്ത് ഹൃദയം നിലകൊള്ളുന്നത്. ഹജറത്ത് മസീഹ് ഇസ്ലാം നമ്മുടെ നെഞ്ചിനുള്ളിലെ ഹൃദയത്തെ ഹജറെ അസ്വദിനെ കൊണ്ട് ഇവിടെ ഉപമിക്കുകയാണ്. തുടർന്ന് പറയുന്നു, ബൈത്തുല്ലാഹിലും ഒരു കാലത്ത് സത്യനിഷേധികൾ ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നു. ബൈത്തുല്ലാഹിന് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അള്ളാഹു അതിന് ഒരു ഉപമയായി വെച്ചു. മനുഷ്യഹൃദയവും ഹജ്റെ അസ്വദിന് സമാനമാണ്. നെഞ്ചകം ബൈത്തുല്ലാഹിന് സദൃശവും ദൈവത്തിനു പുറമെയുള്ള ചിന്തകൾ കാബയിൽ വെച്ച ബിംബങ്ങളും ആണ്. അതായത് മനസ്സിലുണ്ടാകുന്ന ദൈവേതര ചിന്തകളെല്ലാം തന്നെ ബിംബങ്ങളാണ്. വിശുദ്ധ മക്കയിലെ ബിംബങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടത് നമ്മുടെ നബി ശ്രേഷ്ഠൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 ദിവ്യാത്മാക്കളോടൊപ്പം അവിടെ പോയി മക്ക ജയിച്ചടക്കിയപ്പോഴായിരുന്നു. ഈ 10,000 സഹാബാക്കളെ മുൻഗ്രന്ഥങ്ങളിൽ മലക്കുകൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ മലക്കുകൾക്ക് തുല്യം പദവി അലങ്കരിക്കുന്നവരായിരുന്നു. മനുഷ്യന്റെ കഴിവുകൾക്കും ഒരു തരത്തിൽ മലക്കുകളുടെ നിലവാരമുണ്ട്. ഏതുപോലെ മലക്കുകളുടെ സവിശേഷത യഫ്അലൂന മാ യുഅ്മറൂൻ എന്നതാണോ, അതുപോലെ മാനുഷിക ശേഷികളുടെയും ഒരു സവിശേഷത അവ ആജ്ഞാനുവർത്തികളാണ് എന്നതാണ്. കൽപ്പിക്കുന്നത് പോലെ ചെയ്യുന്നവരാണ് എന്നാണ്. അപ്രകാരം തന്നെ എല്ലാ മാനുഷിക ശേഷികളും മനുഷ്യാവയവങ്ങളും മനുഷ്യ കൽപ്പനയ്ക്ക് അധീനമാണ്. ആയതിനാൽ ദൈവേതരമായ ബിംബങ്ങളെ അതിജയിക്കാനും വിഭാടനം ചെയ്യാനും അവയ്ക്കുമേൽ ഇതേ പ്രകാരം മേൽക്കോയ്മ നേടേണ്ടത് അനിവാര്യമാണ്. ഈ സൈന്യം ആത്മവിശുദ്ധിയാലാണ് സജ്ജമാകുന്നത്. വിശുദ്ധി കൈവരിക്കുന്നവർക്കാണ് വിജയം പ്രാപ്യമാകുക. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഹദീസിൽ വന്നിട്ടുള്ളതും ഇപ്രകാരമാണ്. ഹൃദയ സംസ്കരണം നടന്നാൽ മുഴു ശരീരത്തിന്റെയും സംസ്കരണം നടക്കുന്നതാണ്. ഇതെത്രമാത്രം സത്യവുമാണ്. കണ്ണ്, കാത്, കൈ, കാൽ, നാവ് മുതലായ എത്ര കണ്ട അവയവങ്ങളുണ്ടോ, യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ കൽപ്പനയെ അവ പിൻപറ്റുന്നു. ഒരു ചിന്ത ഉദിക്കുന്നത് അതേത് അവയവത്തെക്കുറിച്ചാണോ ഉടനടി അത് നടപ്പിലാക്കാൻ വേണ്ടി ആ അവയവം തയ്യാറാകുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഈ ഒരു ഉപമ നൽകിക്കൊണ്ട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിലെ ബിംബങ്ങളെയും അകറ്റുക, അപ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദാവസരത്തിൽ ഒരു പ്രഭാഷണവും നടത്തി. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം അരുൾ ചെയ്തു, ഇനി ഹിജ്റത്തില്ല, എന്നാൽ ജിഹാദും നിയ്യത്തും ബാക്കിയുണ്ട്. നിങ്ങളോട് ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ജിഹാദിനായി പുറപ്പെട്ടുകൊള്ളുക. ഈ മക്ക പട്ടണത്തെ അള്ളാഹു ഹറം, നിഷിദ്ധമാക്കിയത്, വിലക്കപ്പെട്ടത്, ആദരണീയമാക്കിയത് ആക്കിയിരിക്കുന്നു. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽക്ക് തന്നെ ഹറമാണ്. ആയതിനാൽ ഇത് ഖിയാമത്ത് നാൾ വരെ ദൈവത്താൽ വിശുദ്ധമാക്കപ്പെട്ട ഹറമാണ്. എനിക്ക് മുമ്പ് ഇവിടെ വെച്ച് ആർക്കും യുദ്ധം അനുവദനീയമാക്കപ്പെട്ടിട്ടില്ല. എനിക്കും ദിവസത്തിന്റെ ഒരു സമയം മാത്രമേ ഇവിടെ അത് അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ളൂ. അതിനാൽ ഈ പട്ടണം ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനാൽ വിശുദ്ധമാക്കപ്പെട്ട ഹറമാണ്. ഇവിടെയുള്ള മുള്ളുകൾ ഒടിക്കരുത്, വേട്ടമൃഗങ്ങളെ വിരട്ടി ഓടിക്കരുത്, അതായത് അവയെ ഭയപ്പെടുത്തരുത്. ഇവിടെ വീണുകിടക്കുന്നത് അതിൻ്റെ അടയാളം പറയാതെ അല്ലാതെ, അവകാശി അല്ലാതെ എടുക്കരുത്. അതിൻ്റെ പുല്ല് പറിക്കരുത്. ഹജരത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഖിർ അഥവാ ഇഞ്ചിപ്പുല്ല് ഇതിൽ നിന്നും ഒഴിച്ചു നിർത്തിയാലും
ഇസ്ഹിർ എന്നത് ഒരു തരം പുല്ലാണ്. അത് പണിയാളന്മാർക്ക്, ആശാരികൾക്കും മറ്റും ഉപകരിക്കുന്ന സാധനമാണ്, വീട്ടാവശ്യത്തിനും ഉള്ളതാണ്. പറഞ്ഞു ഇസ്ഹർ ഒഴിച്ച്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ആവശ്യാനുസരണം ഇസ്ഹർ വെട്ടാവുന്നതാണ്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹു തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്ക വിജയം പ്രദാനം ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അഭിസംബോധന ചെയ്തു. ആദ്യം ദൈവസ്തോത്രങ്ങൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു മക്കയെ ആനക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തി. അവൻ തന്റെ ദൂതനും വിശ്വാസ സമൂഹത്തിനും അവർക്കുമേൽ വിജയം നൽകി. എനിക്ക് മുമ്പ് ആർക്കും അതായത് ഹറമിലെ യുദ്ധം അനുവദനീയമായിരുന്നില്ല. എനിക്കും ദിവസത്തിലെ ഒരു നേരമാണ് അത് അനുവദനീയമാക്കപ്പെട്ടത്. എനിക്ക് ശേഷം ആർക്കും അത് അനുവദനീയമാകുകയില്ല. അതായത് എനിക്കും ഹറമിൽ മക്കയുടെ സമയത്തുള്ള യുദ്ധം കുറച്ച് സമയത്തേക്ക് മാത്രം അനുവദനീയമാക്കപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ആർക്കും അതിനുള്ള അനുവാദം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് അവിടെയുള്ള വേട്ടമൃഗത്തെ വിരട്ടി ഓടിക്കാനോ അതിൻ്റെ മുള്ള് പൊട്ടിക്കാനോ അനുവാദമില്ല. വീണു കിട്ടിയ സാധനം അതിനെക്കുറിച്ച് വിളംബരപ്പെടുത്താതെ ആർക്കും എടുക്കാനാവില്ല. ആരെങ്കിലും വധിച്ചാൽ 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്യാം. ഒന്നുകിൽ ഫിദിയ, പ്രായശ്ചിത്തം നൽകുക, അല്ലെങ്കിൽ ഖിസാസ്, തത്തുല്യമായ ശിക്ഷാ നടപടി കൈക്കൊള്ളുക. ഹദരത്ത് അബ്ബാസ് പറഞ്ഞു, ഇസ്ഹിർ അഥവാ ഇഞ്ചിപ്പുല്ലിനെ ഒഴിവാക്കണം, കാരണം അത് ഞങ്ങൾ ഖബറുകളിലും വീടുകളിലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹിർ ഒഴികെ ആ പുല്ല് വെട്ടാവുന്നതാണ്. ഹബു ഷാഹ് എന്ന വ്യക്തി അവിടെ എഴുന്നേറ്റു നിന്നു. അയാൾ ഒരു യമൻകാരനായിരുന്നു. പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് വേണ്ടി ഇത് എഴുതിയാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, അബൂ ഷാഹിന് വേണ്ടി ഇത് എഴുതുക. നിവേദകൻ പറയുന്നു, ഞാൻ ഔസായിയോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എനിക്ക് വേണ്ടി എഴുതുക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിച്ച പ്രഭാഷണം, അത് അദ്ദേഹം അപ്പോൾ കേട്ടതാണ്, അത് അദ്ദേഹത്തിന് എഴുതി നൽകണമെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതിപ്പിക്കുകയുണ്ടായി. സീറത്ത് ഇബ്നു ഹിഷാമിൽ നിവേദനം ചെയ്തിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹം മറ്റാരുമില്ല. അവൻ ഏകനാകുന്നു, അവന് യാതൊരു പങ്കുകാരനുമില്ല. അവൻ തന്റെ വാഗ്ദാനം സത്യമായി പുലർത്തി കാണിച്ചു. ഏകാഗിയായി എല്ലാ സമൂഹങ്ങളെയും അവൻ പരാജിതരാക്കി. അല്ലയോ ജനങ്ങളെ, എല്ലാ അഭിമാനവും എല്ലാ പകപോക്കലുകളും എല്ലാ ചോരപ്പണവും എൻ്റെ ഈ കാൽപാദങ്ങൾക്ക് കീഴിലാണ്. എന്നാൽ കാബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പും സംസം ജലവിതരണവും അത് മുമ്പ് ചെയ്തു വന്നിരിക്കുന്നവർക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. മുമ്പുള്ളവർക്ക് തന്നെയാണ് ആ സേവനത്തിനുള്ള അവസരം. അല്ലയോ ജനങ്ങളെ, ആരെങ്കിലും അബദ്ധവശാൽ വടിയോ ചാട്ടവാറോ കൊണ്ട് വധിക്കപ്പെട്ടാൽ ദിയത്ത് അഥവാ മോചനദ്രവ്യം 100 ഒട്ടകങ്ങളാണ്. അല്ലയോ ഖുറൈശികളെ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള നിങ്ങളുടെ പിതാമഹന്മാർക്കുണ്ടായ ഉപ്പാപ്പമാർക്കുണ്ടായിരുന്ന അന്തസ്സും ആഭിജാത്യവും അള്ളാഹു എടുത്തു മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള കുലമഹിമ ഇനി അവകാശപ്പെടാനില്ല. എല്ലാവരും ആദം സന്തതികളാണ്. ആദം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത് ചൊല്ലി, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ സകറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലയോ ജനങ്ങളെ, നാം നിങ്ങളെ നിശ്ചയമായും ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ സമുദായവും ഗോത്രവുമായി വിഭജിച്ചിരിക്കുന്നു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. നിസ്സംശയം നിങ്ങളിൽ അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും അധികം ആദരണീയൻ, ഏറ്റവും അധികം ഭയഭക്തിയുള്ളവനാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഖുറൈശികൾ പറഞ്ഞു, താങ്കൾ നല്ലത് മാത്രമേ ചെയ്യൂ. അവർ അമുസ്ലിങ്ങളായിരുന്നു, തിരുനബിയുടെ സഹോദരന്മാരും സഹോദരപുത്രന്മാരുമായിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ശരി, നിങ്ങൾക്കിനി പോകാം, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരായിരിക്കുന്നു. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖൂലു കമാ ഖാല യൂസുഫ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. ഞാൻ യൂസുഫ് പറഞ്ഞത് തന്നെ പറയുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾക്കെതിരെ ഒരു പ്രതിക്രിയാ നടപടികളും
കൈക്കൊള്ളുന്നതല്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അവൻ എല്ലാ കാരുണ്യവാന്മാരിൽ വെച്ചും ഏറ്റവും വലിയ കാരുണ്യവാനാണ്. പൊതുമാപ്പ് വിളംബരം ചെയ്തത് കേട്ടപ്പോൾ ജനങ്ങൾ ഇപ്പോൾ ഖബറിൽ നിന്ന് പുറത്തു വന്നതേയുള്ളൂ എന്ന പോലെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുകയും എല്ലാ ഭാഗത്തു നിന്ന് വന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അത് കേട്ടതും ഉടനടി അവർ ഇസ്ലാം മതം ആശ്ലേഷിക്കാൻ തുടങ്ങി. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു മക്കാർക്ക് മാപ്പ് നൽകപ്പെട്ട സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം പൂർത്തിയാക്കിയപ്പോൾ മക്ക നിവാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ മക്കക്കാരെ, അള്ളാഹുവിൻ്റെ വാക്ക് പ്രത്യക്ഷരം പുലർന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇനി പറയുക, നിങ്ങൾ ഏകദൈവാരാധന നടത്തിയ പാവം ഭക്തദാസരോട് ചെയ്ത ദ്രോഹങ്ങൾക്കും അതിക്രമങ്ങൾക്കും നിങ്ങളോട് എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്? മക്കക്കാർ പറഞ്ഞു, യൂസുഫ് തൻ്റെ സഹോദരന്മാരോട് ചെയ്ത അതേ പെരുമാറ്റമാണ് ഞങ്ങൾ തങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിധിവിലാസം എന്ന് പറയട്ടെ, സൂറ യൂസുഫിൽ മുമ്പ് തന്നെ പ്രവചിക്കപ്പെട്ട മക്ക വിജയത്തിന് 10 വർഷം മുമ്പേ പറയപ്പെട്ട അതേ വാക്കുകൾ, അതായത് മക്കക്കാരുടെ യൂസുഫിന്റെ സഹോദരന്മാരോട് ഉണ്ടായ അതേ നടപടി ആയിരിക്കും ഉണ്ടാകുക എന്ന കാര്യം തന്നെ മക്കക്കാരുടെ വായിൽ നിന്നും പുറത്തു വന്നു. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫിന്റെ പ്രതിപുരുഷനാണെന്നും യൂസുഫിനെ പോലെ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വസഹോദരന്മാരുടെ മേൽ വിജയം നൽകുമെന്നും മക്കക്കാരുടെ വായിൽ നിന്ന് തന്നെ പുറപ്പെട്ടപ്പോൾ അവർ തന്നെ സാക്ഷ്യം വഹിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം വിളംബരപ്പെടുത്തി, ലാഖത്തല്ലാഹി ലാ തസ്രീബ അലൈക്കുമുൽ യൗം. അള്ളാഹു ആണ്, ഇന്ന് നിങ്ങൾക്ക് എതിരെ യാതൊരു ശിക്ഷയും ലഭിക്കുന്നതല്ല, ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതിക്രിയാ നടപടിയും ഉണ്ടാകുന്നതല്ല. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കിയപ്പോൾ എല്ലാ കാഫിര്യങ്ങളും ബന്ധനസ്ഥരായിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരാക്കപ്പെട്ടു. അപ്പോൾ കാഫിര്യങ്ങൾ സ്വയം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ മഹാകുറ്റകൃത്യങ്ങൾ നിമിത്തം വധാർഹരാണ്. അവർ ഏറ്റു പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും പുറത്തു കൊടുത്തു. ആ സന്ദർഭത്തിൽ മാപ്പ് ലഭിക്കാൻ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന നിബന്ധനയും വെച്ചില്ല. എന്നാൽ അക്കൂട്ടർ ഈ ഉദാരമനസ്കത കണ്ട് സ്വയം മുസ്ലിങ്ങളാകുകയുണ്ടായി. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരിടത്ത് പറയുന്നു, അക്കാലത്തെ അവസ്ഥയിലേക്ക് കണ്ണോടിച്ചാൽ മാത്രമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശത്രുക്കൾ തിരുദൂതരെയും അനുചരന്മാരെയും അത്യധികം ബുദ്ധിമുട്ടിച്ചിട്ടും പകരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പൂർണ്ണമായും ശക്തി അധികാരങ്ങൾ കൈവന്നിട്ടും തിരുനബി കൈക്കൊണ്ട നടപടിയിൽ നിന്നും നബിയുടെ സ്ഥാനമാഹാത്മ്യം വെളിപ്പെടുന്നുണ്ട്. അബൂ ജഹലും അയാളുടെ മറ്റു സുഹൃത്തുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതുപോലെ തന്നെ അവിടുത്തെ ആത്മാർപ്പണം ചെയ്ത സേവകർക്കും മേൽ അഴിച്ചുവിടാത്ത ഏത് അതിക്രമമായിരുന്നു ഉണ്ടായിരുന്നത്. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ ഒട്ടകങ്ങളിൽ കെട്ടി എതിർ ദിശകളിലേക്ക് ഒട്ടകങ്ങളെ പായിച്ച് 2 ഭാഗങ്ങളായി പിളർത്താറുണ്ടായിരുന്നു. അവരുടെ കുറ്റം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ എന്തുകൊണ്ട് നിലകൊണ്ടു എന്നത് മാത്രമായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ക്ഷമിച്ചു. മക്ക വിജയ അവസരത്തിലും ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്നും പറഞ്ഞു മാപ്പാക്കി. മറ്റൊരു പ്രവാചകനിലും കാണപ്പെടാത്ത എത്ര മഹത്തായ സ്വഭാവ മഹിമയാണിത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അതിക്രമങ്ങൾ പ്രവർത്തിച്ചവരെ മക്ക വിജയത്തെ തുടർന്ന് വേണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറുത്തു കളയാമായിരുന്നു. എന്നാൽ അവിടുന്ന് കരുണ കാണിച്ചു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് പറഞ്ഞു. അവിടുന്ന് മാപ്പാക്കിയതും എല്ലാവരും മുസ്ലിങ്ങളായി മാറി. ഇത്തരത്തിലുള്ള ഉന്നത ധാർമ്മിക ഗുണം മറ്റേതെങ്കിലും പ്രവാചകനിലും കാണാനാകുമോ? ഒരിക്കലുമില്ല. അക്കൂട്ടർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വയം തന്നെയും അതുപോലെ മറ്റു ബന്ധുമിത്രാദികളെയും സ്വഹാബാക്കളെയും അത്യധികം യാതനകൾ ഏൽപ്പിച്ചിട്ടും പൊറുക്കാനാകാത്ത ദുരിതങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടും കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിക്കാനുള്ള ശക്തി അധികാരങ്ങൾ നേടിയിട്ടും ഉടനടി മാപ്പ് നൽകുകയാണ് ഉണ്ടായത്. അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അത് തീർത്തും ന്യായവും നീതിയുമായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദവസരത്തിൽ തൻ്റെ ക്ഷമയുടെയും ഔദാര്യത്തിൻ്റെയും മാതൃക കാഴ്ചവെച്ചു. ഈ കാര്യങ്ങൾ മറ്റ് മോചിതത്തുകൾ കൂടാതെ സ്വഹാബാക്കളെ പ്രഭാവിതരാക്കിയ കാര്യമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന പേര് അവിടെ സാർത്ഥകമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ആ മഹാത്മാവ് സ്തുതിക്കപ്പെട്ടു. വാൻലോകത്തും അതേപോലെ വാഴ്ത്തപ്പെട്ടു. വാൻലോകത്തും അവിടുന്ന് മുഹമ്മദ് ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ നാമം തിരുനബിക്ക് അള്ളാഹു മാലോകർക്കായുള്ള ഒരു മാതൃക എന്നോണമാണ് നൽകിയത്. ഹജരത് മസീമുദ് അലി ഇസ്ലാം പറയുന്നു, ഏതുവരെ മനുഷ്യൻ തനിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ധാർമ്മികത സംജാതമാക്കുന്നില്ലയോ ഒരു ഗുണവുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളും കർമ്മരീതികളും തങ്ങളുടെ മാർഗദർശകരാക്കാത്തിടത്തോളം ഒരുവന്റെ ഉള്ളിൽ ദൈവസ്നേഹം പൂർണ്ണമായി സംജാതമാകുന്നതല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ബാക്കിയുള്ള വിവരണങ്ങൾ പിന്നീട് നടത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞാനിവിടെ 2 മർഹൂമിങ്ങളെ സ്മരിക്കുന്നതാണ്. നമസ്കാരാനന്തരം അവരുടെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ആദ്യത്തേത് സയ്യിദ ലുബ്ന അഹമ്മദ് സാഹിബ, വൈഫ് ഓഫ് സയ്യിദ് മൗലൂദ് അഹമ്മദ് സാബ് മർഹൂമിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം 71ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയ ആയിരുന്നു. മർക്കസ് അഥവാ നാഷണൽ ലെവലിലല്ലെങ്കിലും സ്വന്തം ഹൽക്കയിൽ ലജ്നയെ സേവിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ലഭിച്ചിരുന്നു. സാഹിബ്സാദ അമത്തുൽ ഹക്കീം ബേഗം സാഹിബയുടെയും സയ്യിദ് ദാവൂദ് മുസഫർ ഷാ സാഹിബിൻ്റെയും മകനായ സയ്യിദ് മൗലൂദ് സാഹിബിനെയാണ് ഇവർ വിവാഹം ചെയ്തത്. ഇവരുടെ നിക്കാഹ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് നടത്തുകയുണ്ടായി. ആ നിക്കാഹ് ഖുത്ബയിൽ ചില ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. അത് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. ഇക്കാലത്തെ ബന്ധങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുന്നു, ഭാര്യ ഭർത്തൃബന്ധം ഒരു വൃക്ഷത്തിന്റെ ഗ്രാഫ്റ്റിംഗ് ഒട്ടുമുള പോലെയാണ്. തുടക്കം മുതൽക്കേ വളരെ സൂക്ഷിച്ച നിലയിൽ അത് കൊണ്ടു നടക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശപ്രകാരം ഈ ഒട്ടിച്ചേർക്കൽ, ഈ ഗ്രാഫ്റ്റിംഗ് ചൊവ്വായ വാക്കിന്റെ നൂലുകൊണ്ട് കെട്ടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് സുരക്ഷിതമാകുകയുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, മറിച്ച് അവരുടെ കുടുംബങ്ങൾക്കും ചുറ്റുപാടിനും സുഹൃത്തുക്കൾക്കുമുണ്ട്. എന്തെന്നാൽ ദുർഭാവനകളും പരദൂഷണങ്ങളും അക്ഷമയും കോപവും നിമിത്തം ഒരുപാട് തിന്മകൾ ഉടലെടുക്കുന്നു. അവയെ തടയുന്നതിന് നേരായ വാക്ക് ഒരു ശക്തമായ നൂലാണ്. തുടർന്ന് പറഞ്ഞു, ഞാനിപ്പോൾ നടത്തുന്ന നിക്കാഹ് വിളംബരം ഇരു കുടുംബങ്ങൾക്കും ജമാഅത്തിനും മനുഷ്യകുലത്തിനും അള്ളാഹു അനുഗ്രഹീതമാക്കുമാറാകട്ടെ. ദീനി സേവകരുടെ പരമ്പര ഇതിൽ നിന്നും ഉളവാകട്ടെ. എനിക്കും അവരെക്കുറിച്ച് പറയാൻ സാധിക്കും, കാരണം അവർ എൻ്റെ ബന്ധുവായിരുന്നു. ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ്റെ ഈ വാക്കുകൾ തൻ്റെ ബന്ധം നിലനിർത്തുന്ന കാര്യത്തിൽ പാലിക്കാൻ ലുബ്ന സാഹിബ ശ്രമിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. തുടർന്ന് 3ാം ഖലീഫ പറയുന്നു, ഇന്ന് ഞാൻ നടത്തുന്ന നിക്കാഹ് എൻ്റെ ഇളയ സഹോദരി അമത്തുൽ ഹക്കീം സാഹിബിൻ്റെയും സയ്യിദ് ദാവൂദ് മുസഫർ ഷാ സാഹിബിൻ്റെയും മകൻ സയ്യിദ് മൗലൂദ് അഹമ്മദിൻ്റെയാണ്. വധു ഡോക്ടർ സയ്യിദ് ഗുലാം മുജ്തബ സാഹിബിൻ്റെ മകളുമാണ്. നുസ്രത് ജഹാൻ പദ്ധതി വിളംബരപ്പെടുത്തിയപ്പോൾ ഡോക്ടർ വഖഫ് ജിന്ദഗിയായി തുടക്കത്തിൽ ആഫ്രിക്കയിലായിരുന്നു. ആദ്യകാല വാഖ്ഫീൻ ഡോക്ടർമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പടിഞ്ഞാറ് ആഫ്രിക്കയിൽ വഖഫ് ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദുആകൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഷിഫ, രോഗശാന്തിയും വച്ചു. ഘാനയിൽ പേരുകേട്ട വിജയിയായ സർജനായും പിന്നീട് നൈജീരിയയിലും അദ്ദേഹം സേവനങ്ങൾ കാഴ്ചവെച്ചു. സയ്യിദ ലുബ്ന സാഹിബയുടെ മകൻ സയ്യിദ് അഹമ്മദ് വഖഫ് ജിന്ദഗിയാണ്. ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്ററായാണ് ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരുന്നത്. അദ്ദേഹം തൻ്റെ മാതാവിനെ കുറിച്ച് എഴുതുന്നു, എൻ്റെ മാതാമഹൻ നുസ്രത്ത് ജഹാൻ സ്കീമിൻ്റെ കീഴിൽ ഘാനയിലെ ഓസോക്കോരയിലേക്ക് പോയപ്പോൾ മുഴുവൻ കുടുംബവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ലുബ്ന സാഹിബയും പോയിരുന്നു. ബാല്യമായിരുന്നു അപ്പോൾ. വിവാഹത്തിന് മുമ്പുള്ള സംഭവമാണ്. അവർ പറയുന്നു, അപ്പോൾ അവിടെ സാധന സാമഗ്രികൾ ഓപ്പറേഷന് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ തുണി കഷ്ണങ്ങൾ മുറിച്ച് നൽകുമായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഡോക്ടർ സാഹിബ് ഓപ്പറേഷൻ നടത്തുമായിരുന്നു. അവർ ടോർച്ച് പിടിച്ച് ഡോക്ടർക്ക് ഓപ്പറേഷന് സഹായിക്കുമായിരുന്നു. അദ്ദേഹം എഴുതുന്നു, വളരെ സ്നേഹനിധിയായ മാതാവായിരുന്നു. സ്വന്തം പ്രയാസങ്ങൾ മറന്ന് മറ്റുള്ളവരെ സേവിക്കുമായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെയും സ്വന്തം മാതാപിതാക്കളുടെയും മാതാപിതാക്കളുടെയും വളരെ നല്ല നിലയിലുള്ള സേവനമായിരുന്നു നിറവേറ്റിയത്. കടമകൾ അവരുടെ ശരിക്കും നിറവേറ്റി. 1986 സ്റ്റെപ്പിൽ നിന്ന് വീണിരുന്നു. നടുവേദന ഉണ്ടായിരുന്നു, പിന്നെ ക്യാൻസർ ഉണ്ടായി, ഷുഗറും ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും പ്രയാസം പ്രകടിപ്പിച്ചില്ല. വളരെ ക്ഷമയോടെ രോഗകാലം കഴിച്ചു കൂട്ടി. ആരോഗ്യവതിയെപ്പോലെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു.
തൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും ദുആകൾ പഠിപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കൂടെ താമസിച്ചിരുന്ന മകന്റെ കുട്ടികളെ ശ്രദ്ധയോടെ പരിപാലിച്ചിരുന്നു. കാഴ്ചക്ക് പ്രശ്നം വന്നപ്പോൾ തിലാവത്ത് ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഓൺലൈൻ തിലാവത്ത് ഖുർആൻ കേൾക്കുമായിരുന്നു. യോഗങ്ങളിൽ, ഇജ്ലാസുകളിൽ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. ആരോ ഒരിക്കൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അസുഖമുള്ളതല്ലേ, അതുകൊണ്ട് യോഗങ്ങളിൽ എന്തിനാണ് പങ്കെടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, യോഗങ്ങൾ നടക്കുമ്പോൾ ഞാൻ പോകാതിരിക്കുകയോ? ജമാഅത്തിന്റെ വ്യവസ്ഥിതി ഞാൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ജമാഅത്തിന്റെ കാര്യത്തിൽ കണിശത പാലിച്ചിരുന്നു. ഇവർ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠ പത്നിയായിരുന്നു. അതുകൊണ്ട് ഞാനും കണ്ടിട്ടുണ്ട്. വളരെ ലാളിത്യ പ്രകൃതമുള്ള, എല്ലാ അവസ്ഥയിലും തൃപ്തി പ്രകടിപ്പിക്കുന്ന, സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ത്രീയായിരുന്നു. ഭർത്തൃ കുടുംബത്തോടും അവർ വളരെ നല്ല നിലയിൽ പെരുമാറി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, കാരുണ്യം ചെറിയുമാറാകട്ടെ. ഒരു മകനും ഒരു മകളുമാണ് അവർക്കുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ മകൻ വഖഫ് ചിന്തിക്കുകയാണ്. അള്ളാഹു അവർക്ക് മാതാപിതാക്കളുടെ കാൽപ്പാടുകൾ പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ജർമ്മനിയിലെ മുഹമ്മദ് ഷഫി സുബൈർ സാഹിബിന്റെ ഭാര്യ നാസ്മൂൻ ബീബി സുബൈർ സാഹിബയുടേതാണ്. ഇവർ മൗറീഷ്യസുകാരിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കുടുംബത്തിൽ ജമാഅത്തിന്റെ തുടക്കം കുറിച്ചത് ഇവരുടെ പിതാമഹൻ മുഹമ്മദ് ഹനീഫ് സദ്ദു സാഹിബ് മുഖേനയാണ്. അവരുടെ സംതൃപ്ത കുടുംബത്തിൽ ഒരു മകനും ഒരു മകളുമാണുള്ളത്. അവരുടെ മകൻ അത്തർ സുബൈർ സാഹിബ് ജർമ്മനി ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ ചെയർമാനാണ്. അദ്ദേഹം എഴുതുന്നു, അവർ അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെയും അഗാധമായ വിനയത്തിന്റെയും പ്രതീകമായിരുന്നു. ഒരു കാര്യം എനിക്ക് ദൃഢവിശ്വാസത്തോടെ പറയാനാകും. അവരെന്നെ പരിപാലിച്ചതും ഞങ്ങൾക്ക് നൽകിയ അധ്യാപനങ്ങളും അത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവരുടെ ഈമാൻ വളരെ സുദൃഢമായിരുന്നു. ഒരിക്കലും ഒരു കാര്യത്തിനും പരാതിയോ പരിഭവമോ നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് രോഗം തീവ്രമായപ്പോൾ അവരുടെ കൂടെ പ്രത്യേകമായി നിൽക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ബോധം വരുമ്പോഴൊക്കെ തൻ്റെ നമസ്കാരത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. നമസ്കാരത്തിൽ വളരെയധികം കൃത്യനിഷ്ഠയായിരുന്നു അവർക്ക്. അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവുമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ തൃപ്തിയായിരുന്നു. അവർ വലിയ പരോപകാരിയായിരുന്നു. മറ്റുള്ളവരുടെ രഹസ്യം സൂക്ഷിക്കുമായിരുന്നു. ഏതോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി. ഭാര്യ എന്നോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഭർത്താവിനോട് ചോദിക്കുക എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഭർത്താവ് ചോദിച്ചു, ഭാര്യ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് പറയാൻ സാധിക്കുകയില്ല. അവർ വേണമെങ്കിൽ സ്വയം നിങ്ങളോട് പറയുന്നതായിരിക്കും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം ധാരണയിലെത്തുകയും പരസ്പരം രഞ്ജിപ്പിലെത്തുകയും ചെയ്യുക എന്നതാണ്. ഖിലാഫത്തിനോട് ഗാഢമായ ബന്ധമായിരുന്നു. ഖുത്ബകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു. അവരുടെ പേരക്കുട്ടി എഴുതിയിരിക്കുന്നത് 2 or 3 തവണ ഖുത്ബകൾ കേൾക്കുമായിരുന്നു എന്നാണ്. അവർ പറയുന്നു, ആദ്യം കേൾക്കുമ്പോൾ പൂർണ്ണമായി മനസ്സിലാകുകയില്ല. നല്ലവണ്ണം കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ പ്രയോജനമൊന്നുമില്ല എന്ന്. അള്ളാഹുമായി നല്ല ബന്ധമായിരുന്നു. സ്വപ്ന ദർശനങ്ങൾ ലഭിച്ചിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ നേരായി പുലർന്നിട്ടുമുണ്ട്. സുബൈർ സാഹിബ് എഴുതുന്നു, അവസാനം രോഗശൈലിയിലായിരുന്നപ്പോഴും ഒരു സംഭവം ഉണ്ടായി. അവർ ചോദിച്ചു, എനിക്ക് ക്യാൻസർ ഉണ്ടോ? അപ്പോൾ CT സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ശരിക്കും ക്യാൻസർ ഉണ്ടായി എന്ന് തെളിഞ്ഞു, മൂത്രസഞ്ചിയിൽ. അവരോട് ഇപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കാര്യം എങ്ങനെ മുമ്പ് തന്നെ മനസ്സിലായി? അവർ പറഞ്ഞു, അള്ളാഹു എനിക്ക് പറഞ്ഞു തന്നാണ്. സ്വപ്നത്തിൽ അവരുടെ വഫാത്തായ ഒരു സ്നേഹിത സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെട്ടാലോ എന്ന് കരുതി ചിലപ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളോട് പറഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ രോഗത്തെക്കുറിച്ചും അള്ളാഹു അവർക്ക് മുമ്പേ അറിയിച്ചു കൊടുത്തു. അവരുടെ മരുമകൾ ജർമ്മൻകാരിയാണ്. അവരോടും നല്ല ബന്ധമായിരുന്നു. നല്ല ശിക്ഷണം നൽകി. ജർമ്മൻകാരിയായിട്ടും അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കുകയും എല്ലാതരം ത്യാഗങ്ങൾ ചെയ്യുന്നവരുമാണ്. അവരുടെ മരുമകൾ സോസൻ സുബൈർ പറയുന്നു, കാരുണ്യവും വാത്സല്യവും കാണിക്കുന്ന കാര്യത്തിൽ അവർ ഒരു മാതൃകാ ഭർത്തൃമാതാവായിരുന്നു. ഉള്ളതിൽ എപ്പോഴും നന്ദി പ്രകടിപ്പിക്കാമായിരുന്നു. മരുമക്കളോട് സ്വന്തം മക്കളെ പോലെ പെരുമാറിയിരുന്നു. പറയുന്നു, വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ സംസ്കരണം നടത്തുകയും സദാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ മരുമകൾ മാരിയ സുബൈർ പറയുന്നു, വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം പാകം ചെയ്യാനും അതിഥി സൽക്കാരം നടത്താനും പഠിപ്പിച്ചു തന്നു. ഒരു തരത്തിലും സമ്മർദ്ദം ചെലുത്താതെയും വിമർശിക്കാതെയുമാണ് അതെല്ലാം പഠിപ്പിച്ചു തന്നത്. എൻ്റെ പഠന സമയത്തും അവർ ഒരുപാട് സഹായിച്ചു. വിവാഹശേഷം ഇവർ മെഡിസിൻ പഠിച്ചിരുന്നു. പറയുന്നു,
ജമാഅത്ത് കാര്യങ്ങളിലും ജമാഅത്തിൻ്റെ തിരക്കുകളിലും എന്നെ എപ്പോഴും സഹായിച്ചിരുന്നു. എൻ്റെ മക്കളെയും പരിപാലിച്ചിരുന്നു. എപ്പോഴും ധൈര്യം പകരുമായിരുന്നു. അള്ളാഹു അവരോട് മഗ്ഫിറത്തും കാരുണ്യവും കാണിക്കുമാറാകട്ടെ. അവരുടെ മക്കളെ അവരുടെ ദുആക്കൾക്ക് അനന്തരാവകാശികളാക്കുമാറാകട്ടെ. इनके बच्चों को इनकी दुआओं को वारिस बनाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. ما كان